വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകണം. റബീഉൽ അവ്വലാണ് വരുന്നത്. ഉമ്മമാരെ, സഹോദരങ്ങളെ, എല്ലാ വീട്ടിലും മദ്ഹുകൾ ചൊല്ലണം, മൗലിദുകൾ ചൊല്ലണം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വേറിട്ട സ്ഥാനം ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്തത് മദ്ഹിന്റെ പേരിലാണ്. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് ബഹുമതികളുണ്ട്. ബദരീങ്ങളിൽപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പക്ഷേ ആയിഷ ബീവി എപ്പോഴും ബഹുമാനിക്കുന്ന ഒരു സ്വഹാബിയാണ്. അതിന് കാരണം ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ആഖിറത്തിൽ വിജയിക്കാൻ ഒരൊറ്റ മദ്ഹിന്റെ വരി മതി, ഒരൊറ്റ ഒന്ന് മതി. ഒരുപാട് മദ്ഹുകൾ മഹാനവറുകൾ ചൊല്ലിയിട്ടുണ്ട്. അതൊക്കെ കൂടി ചൊല്ലിത്തീർക്കാൻ നമ്മുടെ സദസ്സിന് കഴിയില്ല. പക്ഷേ മഹാനവറുകൾ ചൊല്ലിയ ഒരു വരി, ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സിനെ സ്വാധീനിച്ച വരി, ഫഇന്ന അബീ വവാലിദതി വഇർളി ലിഉർളി മുഹമ്മദിൻ മിൻകും ബിഖാഉ. എന്റെ ശരീരം, എന്റെ ഉപ്പയുടെ ശരീരം, എന്റെ മാതാവിന്റെ ശരീരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭിമാന സംരക്ഷണത്തിനാണ്, തങ്ങളുടെ ആത്മാഭിമാനം പരിരക്ഷിക്കുന്നതിനാണ്. ഈ വരി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലിയ വരിയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയ വരിയാണ്. മൗലിദും മദ്ഹും ചൊല്ലണം, ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. സ്വലാത്തുകളും മദ്ഹുകളും ധാരാളം ചൊല്ലിയിട്ട് നമ്മുടെ മനസ്സിൽ മറ്റുള്ള ചിന്തകൾ മുഴുവനും എടുത്തു കളയണം. വേറെ ഒരു സൂപ്പർ സ്റ്റാറുകളും നമ്മുടെ മനസ്സിൽ കിടന്നു മറിയരുത്. ഉമ്മമാരോട്, ചെറുപ്പക്കാരികളോട് പറയട്ടെ, ഒരൊറ്റ സൂപ്പർ സ്റ്റാറും നമ്മുടെ മനസ്സിൽ അടയാളപ്പെടുത്തരുത്. നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ സംസ്കാരത്തിനും ഏറ്റവും നല്ല മോഡൽ, എല്ലാ കാലത്തേക്കും പക്വമായ മോഡൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങൾ പഠിപ്പിച്ച ജീവിതത്തിന്റെ സൗന്ദര്യം പോലെ ഒരു സൂപ്പർ സ്റ്റാറും ഇവിടെ ജീവിച്ച് കാണിച്ചു തരില്ല. എല്ലാ കാലത്തേക്കും, എല്ലാ സ്ഥലത്തേക്കും, എല്ലാ സമൂഹത്തിലേക്കും ഏറ്റവും വിശുദ്ധമാർന്ന സുന്ദരമായ ജീവിതത്തിന്റെ സംസ്കൃതികളാണ് ഓരോ ഘട്ടത്തിലും തങ്ങൾ പകർന്നു നൽകിയത്. അത് സ്വന്തം ജീവിതത്തിലാണെങ്കിലും, രഹസ്യ ജീവിതത്തിലാണെങ്കിലും, കുടുംബ ജീവിതത്തിലാണെങ്കിലും, സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും, എല്ലാ ഘട്ടങ്ങളിലും തങ്ങൾ പകർന്നു നൽകിയ വിശുദ്ധിയോളം ജീവിതത്തിന്റെ സെറ്റപ്പ് ആരും പകർന്നു തന്നിട്ടില്ല. അതുകൊണ്ട് ആ മോഡലാണ് സ്വീകരിക്കേണ്ടത്. നീ നിന്റെ വസ്ത്രധാരണം നടത്തുന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടകരമാകണം. നിന്റെ പാനീയമോ നബി തങ്ങൾക്ക് ഇഷ്ടമാകണം. നിന്റെ ഭക്ഷണമോ തങ്ങൾക്ക് ഇഷ്ടകരമാകണം. നിന്റെ ദാമ്പത്യ ജീവിതമോ തങ്ങൾക്ക് ഇഷ്ടകരമാകണം. സ്വകാര്യതയിൽ നീ ഇരിക്കുന്നതും താമസിക്കുന്നതും വിശ്രമിക്കുന്നതും തങ്ങൾ പ്രിയപ്പെട്ട രീതിയിലാകണം. നബി തങ്ങൾ വെറുക്കുന്ന രീതിയിൽ നീല ചിത്രങ്ങൾ കണ്ടിട്ട് നേരം കളയരുത്. പാതിരാത്രി കിടക്കാനൊരുങ്ങുമ്പോഴും അർദ്ധരാത്രി സമയത്ത് ഒറ്റക്ക് വിശ്രമിക്കുകയും മുത്തുനബി തങ്ങളെ കാണാനുള്ള കണ്ണ്, ആ കണ്ണിന് ഇരുട്ട് ബാധിക്കുന്ന വിധം ഒരിക്കലും കറകൾ ഉണ്ടാക്കരുത്. നിന്റെ മനസ്സിലും ശരീരത്തിലും അത്തരത്തിൽ ഒരു മോഡലും